ഹായ് ഫ്രണ്ട്സ്. ഇപ്പം കുറേ നാളായി ഞാൻ സംസാരിച്ചിട്ട്. ഞാൻ എൻ്റെ ജോലിയൊക്കെ കർണാടകയിലാണെന്നറിയണം. ഞാനിപ്പം ലീവിന് വന്നിട്ടുണ്ട്. അവിടെ എനിക്ക് ടെസ്റ്റിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് വീണ്ടും കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ചെറിയൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ചെറിയ ഇറിറ്റേഷൻ നോസിലും ത്രോട്ടിലൊക്കെ ഉണ്ട്. മെഡിസിൻ ഒരു 20 days ആണ്. അപ്പം തിരിച്ചിനി സെയിം ആ ഒരു ടെസ്റ്റിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. QC വൈസായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പം എന്താണ്, നിങ്ങളോട് എല്ലാവരോടും ഭയങ്കര നന്ദിയുണ്ട്. എപ്പോഴും താങ്ക്ഫുള്ളാണ്. എപ്പോഴും നിങ്ങളുടെ ഒരു സപ്പോർട്ടിന്. അത് ഒരാളായാലും രണ്ടുപേരായാലും ഒരു കമന്റ് ആയാലും ഒരു വീഡിയോയിൽ കാണുമ്പം അത് മതി എനിക്ക്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതാണ്. പിന്നെ ഇവിടെ നാട്ടിൽ വന്നപ്പോഴും ഇവിടെ നല്ല ചൂടാണ്. പക്ഷെ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് മഴ പെയ്തു. എന്തായാലും ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ മഴ പെയ്തു. 2 ദിവസവും മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നല്ല പൊടിയുണ്ട് ഇപ്പം. അവിടെ പൊടി എന്ന് പറഞ്ഞപ്പോ ഇവിടെ വന്നപ്പോ ഇവിടെ കാറ്റ്, നല്ല കാറ്റുമുണ്ട്. ഇപ്പം കാറ്റിന്റെ ഒരു പൊടി നന്നായിട്ട് പറക്കുന്നുണ്ട് ഇവിടെ. എന്റെ സ്ഥിരം ഫിൽറ്റർ കാണുന്നില്ല, അതിന് കുറച്ച് കളർ കൂടിപ്പോയിട്ടുണ്ട്. എന്റെ ഫിൽറ്റർ ഇൻസ്റ്റഗ്രാമിൽ കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഉണ്ടാവും. ഞാൻ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് പോകുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത് റിട്ടേൺ. അങ്ങനെ പിന്നെ എന്താണ്, അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാന് എന്റെ ഒരു സ്റ്റോറി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലായിടത്തും നല്ല വൈറലായിരുന്നു. 25 മില്യൺ വരെ എന്റെ വീഡിയോകൾക്ക് റീച്ച് ആയിട്ടുണ്ട്. മില്യൺ ലൈക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളിതൊന്നും ആരും ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ മീഡിയ അങ്ങനൊന്നും വിളിച്ചിട്ട് പോലുമില്ല. വിളിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ടുള്ളത് ശരണ്യ മോൾ എന്ന് പറഞ്ഞ ഒരു ബ്ലോഗർ. അവരെന്നെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒത്തിരി തവണ വിളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ സമയത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പം വിളിച്ചപ്പോഴും ഞാൻ ജോലി സ്ഥലത്തൊക്കെ ആയിരുന്നു. അല്ലാതെ ഒരു ചാനലും നമ്മളെ ഒന്നും ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടോ, എനിക്കിപ്പോ ആരും ഇന്റർവ്യൂ എടുക്കണമെന്നോ ആരെയും കാണിക്കണമെന്നോ ഒന്നുമില്ല. ഞാൻ എന്റെ പ്രൊഫൈലിലൂടെ എന്നെ എല്ലാവരും കാണുന്നുണ്ട്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതില്. ഞാൻ പറഞ്ഞു വരുന്നത് കാര്യം മറ്റൊന്നാണ്. എന്താന്ന് വെച്ചാല്, ഈ പല ബ്ലോഗേഴ്സിനും എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്കൊക്കെ കുറച്ച് കുൽസിതം കണ്ടന്റ്, അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ഒരു തെറി വിളിക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ 2 കമന്റ്സും വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർക്ക് കാര്യങ്ങൾ റീച്ച് ആവണമല്ലോ. അപ്പൊ നമ്മളേക്ക് കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലായിരിക്കാം. ഇവിടെ ഞാൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെയാണ് അല്ലെ, ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്. എല്ലാരും കണ്ടന്റ് വിറ്റ് ജീവിക്കാൻ വേണ്ടി തന്നെ ഉള്ള ആൾക്കാരാണ്. അല്ലാണ്ട് ആരും അങ്ങനെ, ഇപ്പം എന്റെ ഒരു ക്യാൻസർ സർവൈവർ, സ്റ്റേജ് 4+ ക്യാൻസർ ഞാൻ സർവൈവ് ചെയ്ത് ഇത്രയും മില്യൺ കഴിച്ചിട്ടും ഒരു മെസ്സേജ് പോലും എനിക്ക് വന്നില്ല. ഈ ശരണ്യാക്കെ മോൾ എന്ന് പറഞ്ഞ അവരുടെ അല്ലാണ്ട് മറ്റൊരു വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല. അപ്പം പക്ഷെ എനിക്ക് പലരുടെയും അതിന്റെ കാര്യങ്ങൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം തുടക്കം. പിന്നെ എന്റെ വീഡിയോ ഓട്ടോമാറ്റിക് തനിയെ റീച്ച് ആവുന്നുണ്ട്. എനിക്കിപ്പം അങ്ങനെ ആർക്കും എന്റെ യൂട്യൂബ് ചാനൽ തന്നെ എന്റെ വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ട് എന്നൊരവസ്ഥ വന്നു. പിന്നെ എനിക്ക് മറ്റുള്ളവരെ വെച്ച് കാണിക്കണമെന്ന് പിന്നെ എനിക്ക് തോന്നിയില്ല. തുടക്കം എനിക്ക് തോന്നിയിട്ടുണ്ട് ആരും അധികം റീച്ച് ആവാണ്ടിരുന്ന സമയത്ത്. അപ്പം എനിക്ക് തോന്നിയതാണ്. അപ്പം നമ്മളുടെ ഈ ഒരു കാര്യത്തിനകത്തൊന്നും പ്രത്യേകിച്ചൊരു ഒന്നും കാണിക്കുന്നതോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കും ആർക്കും താല്പര്യമില്ലാത്തത്. ഒരു കാര്യം ചുമ്മാ എനിക്ക് ഇങ്ങനെ ആലോചിച്ചപ്പം എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞതാണ്. ഓക്കെ, അത് വിടാം. പിന്നെ എന്റെ ആരോഗ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും എന്തൊക്കെയോ സംതിങ് അവിടെ ഇവിടെ ചെറിയ വേദനകളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. എനിക്ക് ചെസ്റ്റിന്റെ അവിടെ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് പെയിൻ വരാറുണ്ട് ഇടയ്ക്ക്. അതുപോലെ തന്നെ 2 നടുവിന്റെ സൈഡിലും ഇടയ്ക്ക് ഇങ്ങനെ കുത്തി എന്തോ പെയിൻ വരുന്നുണ്ട്. പിന്നെ സർജറി ചെയ്ത ഈ ഒരു സ്പോട്ടിലും എന്തോ ഒന്ന് കുത്തുന്ന ചെറുതായിട്ടേ ഉള്ളൂ. ആദ്യം ഉണ്ടായിരുന്ന അത്ര ഇല്ല, എന്നാലും എന്തൊക്കെയോ വരുന്നുണ്ട്. പിന്നെ ടെസ്റ്റിന്റെ ഒരു ഇത് കൊണ്ടിട്ടാണ് എനിക്കിപ്പം സത്യത്തിൽ ഞാനിപ്പം വന്നത്. എനിക്ക് എന്റെ വായിലൂടെയും മൂക്കിലൂടെയും ബ്ലഡ് വന്നിരുന്നു. അപ്പം
അതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഇപ്പം ലീവിന് വന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു പ്രൊസീജിയറൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തു ഞാൻ. ഇപ്പം കുഴപ്പമില്ല, അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ എന്നാലും എന്തൊക്കെയോ സംതിങ് ഒരു ചെറിയൊരു ഇത്, അത്ര ഞാൻ പഴയ പോലെ കംപ്ലീറ്റ് ഓക്കെ അല്ല, എന്തൊക്കെയോ ചെറിയ വേദനകളും കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ക്യാൻസർ റിലേറ്റഡ് ആയിട്ട് വേറെ ടെസ്റ്റ് ഒന്നും ചെയ്തില്ല, അതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും ചെയ്തില്ല. ഇപ്പം CT സ്കാൻ ചെയ്തിട്ട് ഇപ്പം 1 month ആയിട്ടുള്ളൂ. അതിനുശേഷം ഇനിയിപ്പം നെക്സ്റ്റ് ടൈം എന്തായാലും ചെയ്യണമെങ്കിൽ CT ചെയ്യും. അങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് നല്ലൊരു ക്വാളിറ്റി കൺട്രോൾ ബേസ് അല്ലെങ്കിൽ ഓഫീസ് വൈസ് ആയിട്ടുള്ള ജോലി കിട്ടണം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.